നമസ്കാരം, നമ്മുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ പുതിയ വണ്ടിയായ നമ്മുടെ പഞ്ച് EVയുടെ റിവ്യൂമായിട്ടാണ് കേട്ടോ. ടാറ്റയുടെ ഒരു പുതിയ മിനി XUV സെഗ്മെൻ്റാണ് നമ്മുടെ ടാറ്റ പഞ്ച് EV. കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവായ ലുക്കോട് കൂടിയാണ് കേട്ടോ നമ്മുടെ പഞ്ച് EV പുറത്ത് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ല കിടിലൻ ഒരു ലുക്കാണ് കേട്ടോ വണ്ടി കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഫ്രണ്ടിലുള്ള ആ സ്ട്രിപ്പ് ലൈറ്റും കാണാൻ അടിപൊളിയാണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ പ്ലസ് DRL നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ വണ്ടിയുടെ ഫുള്ളായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ മുഴുവൻ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് സ്ട്രിപ്പ് ലൈറ്റ് ഇരിക്കുന്നത്. DRLൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹെഡ് ലൈറ്റ്സും ഫോഗ് ലാമ്പും ചെറിയ ഗ്രില്ലിൻ്റെ പോർഷനും വരുന്നു. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോർണറിങ് ഫോഗ് ലാമ്പ്സും വരുന്നു. നമുക്ക് സ്റ്റിയറിംഗ് വീലിനോടൊപ്പം ചെറുതായിട്ടൊന്ന് തിരിയുന്ന ഒരു കോർണറിങ് ഫോഗ് ലാമ്പ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ പിന്നെ ചെറിയ രീതിയിൽ ഗ്രില്ല് പോർഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ കവറിഡ് ആണ്. സൈഡിലേക്ക് വരുമ്പോൾ ഒരു മിനി SUV ലുക്കാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അവിടെ .EV എന്നൊരു ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമ്മുടെ പഞ്ച് EVക്ക് വരുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. 2445 വീൽ ബേസ് വരുന്നത്. മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെ റൂഫിലായിട്ട് നമുക്ക് ആൻറ്റിനെയും കാണാം. ചെറിയൊരു സ്പോയിലർ പോലത്തെ ഒരു പൊസിഷനും കാണാനും. ഇത്തരത്തിലാണ് നമ്മുടെ ഡോർ ഹാൻഡിലും കാര്യങ്ങളും വരുന്നത്. അതിൽ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടണും വരുന്നു. ബാക്കിലെ ഡോർ ഹാൻഡിൽ വരുന്നത് മുകൾ ഭാഗത്തായിട്ടാണ്. അതിൻ്റെ അവിടെ നമുക്ക് ടാറ്റയുടെ 50 ലക്ഷം കാറുകൾ വിറ്റ് പോയതിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ കാണാനായിട്ട് സാധിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ബ്രേക്ക് ലൈറ്റ് കാണാം. തൊട്ട് താഴെ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ നമുക്ക് ലോഗോവും കാണാം. അതിൻ്റെ താഴെ റിവേഴ്സ് ക്യാമറ വരുന്നു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പഞ്ച് .EV എന്ന ബാഡ്ജിങ്ങും വരുന്നു. ബാക്കിൽ ബമ്പർ പോർഷനിൽ നമുക്ക് 2 റിഫ്ലക്ടറുകൾ കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ട്രൈ-ആരോ പാറ്റേണിൽ ഡിസൈനും കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിലായിട്ട് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. സൈഡിലേക്ക് കയറി നിൽക്കണം നമുക്ക് ബ്രേക്ക് ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ട്രൈ-ആരോ പാറ്റേണിലാണ് ആ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അത് നല്ല കിടിലൻ ലുക്കായിട്ടുണ്ട്. ലോഗോയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ റിവേഴ്സ് ക്യാമറ വരുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കിലുള്ളൊരു ഇൻറ്റീരിയറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നല്ല തൈഫ് സപ്പോർട്ടും കാര്യങ്ങളുള്ള സീറ്റും കാര്യങ്ങളാണ്. വണ്ടിയുടെ ഡോറും കാര്യങ്ങളും നമുക്ക് 90 ഡിഗ്രി വരെ വൈഡായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് ഇൻറ്റീരിയർ വരുന്നത്. ഒരു ഡ്യുവൽ ടോണോട് കൂടിയ ഇൻറ്റീരിയറാണ് വരുന്നത്. ഒരു ഗ്ലാസ് മോഡൽ സ്റ്റിയറിംഗ് വീലും വരുന്നു. അതിൽ വാഹനം ഓണാക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ള ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും ഒരു ഡ്യുവൽ ടോണോട് വേണമെന്ന് കൊടുത്തേക്കണ്. ഡോറിൽ നമുക്കൊരു സ്പീക്കറും പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും അംബ്രല്ല ഹോൾഡറൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ 4 പവർ വിൻഡോയുടെ കൺട്രോളും മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ വണ്ടി ഫുൾ ഓപ്ഷൻ അല്ല. ഫുൾ ഓപ്ഷനിൽ സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോളിൻ്റെ ഭാഗമാണ്. അവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലാണ് വണ്ടിയുടെ കീ വരുന്നത്. നമുക്ക് കീ വണ്ടിയിൽ വെച്ചാൽ മതി. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോഗോ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ ഇത്തരത്തിൽ തെളിഞ്ഞു വരും. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് 4 AC വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പുഷ് ബട്ടൻ്റെ താഴെയായിട്ട് നമുക്ക് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാവുന്ന ഒരു സ്പേസ് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും വണ്ടി ഓണാണോ ഓഫാണോ എന്നൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. വണ്ടിയുടെ ചാർജും കാര്യങ്ങളും എത്ര കിലോമീറ്റർ ഓടും എന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ അറിയാനായിട്ട് സാധിക്കും. ടയർ പ്രഷറും കാര്യങ്ങളും എല്ലാം തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഹർമൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. സ്ക്രീനായാലും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയൊക്കെ കിട്ടും. പിന്നെ വൈഡായിട്ട് നമുക്ക് AC വിൻഡ് കാണാനായിട്ട് സാധിക്കും. സ്പീഡോമീറ്ററിൽ നമുക്ക് നിരവധി ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടും. ടെമ്പറേച്ചർ, ACയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം തന്നെ അതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇത്തരത്തിലാണ് ഒരു പവർ ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ആ സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോളിൽ കോൾ അറ്റൻഡിങ്ങിൻ്റെ ഒക്കെ സ്വിച്ചും കാര്യങ്ങളും വരുന്നു. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടണും കാര്യങ്ങളും അതിൽ വരുന്നു. പിന്നെ മീറ്റർ കസ്റ്റമൈസ് ചെയ്യാനുള്ള ബട്ടണും അതിൽ വരുന്നു. ഇത്തരത്തിലുള്ള കൺട്രോളും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ ഫിജിറ്റൽ കൺട്രോൾ എന്നാണ് പറയുക. എല്ലാ കൺട്രോൾ സ്വിച്ചുകളും ടച്ച് സിസ്റ്റത്തിലാണ് വർക്കാവുന്നത്. ACയുടെ കൺട്രോൾ, ഇൻഡിക്കേറ്റർ, ലൈറ്റ് കൺട്രോൾ, ചാർജിങ് ബോർഡിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോളും കാര്യങ്ങളും അതിലാണ് വരുന്നത്. പിന്നെ ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള സ്വിച്ചൊക്കെ അതിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് 12 വാട്ടിൻ്റെ ഒരു ചാർജിങ് ബോർഡ് കാണാനായിട്ട് സാധിക്കും. പിന്നെ USB പോർട്ടും കാണാനായിട്ട് സാധിക്കും.
ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു നമ്മൾ ഡിജിറ്റൽ നോബും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ പാർക്ക് ബ്രേക്കിന് വരുന്നത് ഇത്തരത്തിലുള്ളൊരു ബട്ടണാണ്. അതിൽ ആട്ടോ ഹോൾഡിൻ്റെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ആ പൊസിഷനിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും. പിന്നെ കീ വയ്ക്കാനുള്ളൊരു പൊസിഷനും അതിൽ കാണാനായിട്ട് സാധിക്കും. തൊട്ടടുത്തായിട്ട് സ്പോർട്സ് മോഡിൻ്റെയും എക്കോ മോഡിൻ്റെയും ബട്ടണുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇലയുടെ പടമുള്ളത് എക്കോണമി മോഡാണ്. ഈ ആളോടുന്ന പടമുള്ളത് സ്പോർട്സ് മോഡാണ്. വാഹനത്തിൻ്റെ ഫുൾ കൺട്രോൾ ഇതിലാണ് വരുന്നത്. ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക്, ഡ്രൈവ് എന്നീ മോഡുകളാണ് നമുക്കിതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് റിവേഴ്സ് ഇടുമ്പോൾ അതിൽ സ്ക്രീനിൽ തെളിഞ്ഞ് വരുന്നതാണ്. 5GV LR MR മോഡലുകൾ വരുന്നുണ്ട്. അതിൽ MRൽ 315 കിലോമീറ്റർ മൈലേജും LRൽ 421 കിലോമീറ്റർ മൈലേജും കമ്പനി അവകാശപ്പെടുന്നു. മുകളിൽ നമുക്ക് പാസഞ്ചർ എയർ ബാഗിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കാണാം. പിന്നെ ഇത്തരത്തിലാണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സൺവിസേഴ്സിൽ ഗ്ലാസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് റീജനറേഷൻ മോഡിലേക്ക് നമുക്ക് വണ്ടി കൺട്രോളും കാര്യങ്ങളും ചെയ്യാനായിട്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെയും ലൈറ്റുകളും കാര്യങ്ങളുടെ കൺട്രോൾ പോർഷൻ കാണാനായിട്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 5GV അഡ്വഞ്ചറിൽ LRൽ റിയർ വ്യൂ മിറർ, നോർമൽ ടൈപ്പ് റിയർ വ്യൂ മിററാണ് വരുന്നത്. അത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഓട്ടോ ഡിമ്മിങ് മോഡിലുള്ള റിയർ വ്യൂ മിററാണ് വരുന്നത്. 5GVയുടെ ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം 366 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ബൂട്ട് സ്പേസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലൈറ്റും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമുക്ക് ചാർജിങ് പോർട്ട് വണ്ടിയുടെ ചാർജേഴ്സിൻ്റെ അടിയിലായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ടൈൽ ഗേറ്റിൽ ഇത്തരത്തിലുള്ള പിടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കറക്റ്റ് അടയ്ക്കുന്നതിനും കാര്യങ്ങളിലായിട്ട് നമുക്കൊരു ഹാൻഡിൽ ബാർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് നമുക്ക് ടാറ്റ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ ചാർജിങ് പോർട്ടും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഇലക്ട്രിക്കലി ഓപ്പൺ ആവുന്ന ഒരു ചാർജിങ് പോർട്ടിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുമരിനോട് ചേർന്നുള്ള ചാർജിങ് പോർട്ടുകളിലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സാധാരണ നമ്മുടെ വണ്ടികളുടെ ബോണറ്റ് തുറക്കണ പോലെ തന്നെയാണ് ബോണറ്റും കാര്യങ്ങളുള്ളത്. ഒരു ഫുള്ളി കവേർഡ് ഒരു ബോണറ്റാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ നമ്മുടെ ബാറ്ററി വണ്ടി സ്റ്റാർട്ട് ആവുന്നതിനുള്ള ബാറ്ററിയും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ 90 ഡിഗ്രി നമുക്ക് വൈഡായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളാണ്. അത് നമുക്ക് കയറി ഇരുന്നതൊക്കെ നമുക്ക് വളരെയധികം ലെഗ് സ്പേസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ കംഫർട്ടായിട്ട് തന്നെ 3 ആൾക്ക് ബാക്ക് സൈഡിൽ ഇരിക്കാവുന്നതാണ്. ബാക്ക് സൈഡിലെ ഡോറിലും സ്പീക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോ കൺട്രോളും വരുന്നുണ്ട്. ബാക്കിലും ഒരു ബോട്ടിൽ ഹോൾഡറും അംബ്രല്ല ഹോൾഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ള ഹൈസം മോട്ടേഴ്സാണ്. അവരുടെ നമ്പറും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ സൈഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. നിരവധി ഓഫറുകളോട് കൂടിയാണ് അവർ വണ്ടി ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ ആണെങ്കിൽ ഞാൻ ഇടുന്ന ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.